ഞാൻ നല്ല പൈനാപ്പിൾ പുളിശ്ശേരി വെച്ചു. നമ്മൾ ഈ സദ്യക്കൊക്കെ ഉണ്ടാക്കുന്ന പച്ചടി മോരുകറി അങ്ങനെയൊന്നുമല്ല, പുളിശ്ശേരി കാണിച്ചുതരാം. പൈനാപ്പിൾ പുളിശ്ശേരി. ഇത് കോവയ്ക്ക നമ്മൾ മെഴുക്ക് വരട്ടിയല്ല, ഫ്രൈയും അല്ല, അതിനിടയ്ക്ക് നിൽക്കുന്നൊരു സാധനമാണ്. ഒരു കൊണ്ടാട്ടം എന്നാൽ നമ്മൾ ഉണക്കിയിട്ട് അങ്ങനെയൊന്നും ചെയ്യുന്നതല്ല. പക്ഷേ ഇത് അടിപൊളിയാണ് കേട്ടോ. ഈ മറ്റേ മോരൊഴിച്ചിട്ടുള്ള എന്ത് കറിയുടെ കൂടെ എടുക്കും. ഇതിപ്പോൾ പുളിശ്ശേരിയാണ്, എന്ത് കറിയുടെ കൂടെ ഇതിന് കപ്പളങ്ങ ഒലത്തിയത്, ബീഫ് കറി ഒലത്തല്ല, നമ്മൾ ഈ അപ്പത്തിനൊക്കെ കൂട്ടുന്ന ബീഫ് കറി കൊണ്ട് നോക്കാം. ഇത് അത് അടിപൊളിയാണ് കേട്ടോ. കോവക്ക ഇത് കുറച്ച് വെച്ച്, പൈനാപ്പിൾ, പപ്പായ മെഴുക്ക് വരട്ടിയതെന്നും പറയും, കുറച്ച് ബീഫും അതിൻ്റെ ചാറും ഇങ്ങനെ എടുത്തിട്ട് നമുക്കൊരു ഗ്യാപ്പ് കൊടുക്കാൻ തോന്നില്ല. ഒന്ന് വായിലത്തെ കഴിയുമ്പോഴേക്കും അടുത്തത് കൊടുക്കാൻ തോന്നും. ഇത് അടിപൊളി കേട്ടോ. റെസിപ്പി വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഞാനങ്ങനെ എല്ലായിടത്തും ഞാൻ സാധനം ഉണ്ടാക്കി കണ്ടിട്ടില്ല ഈ കോവയ്ക്ക. അധികം മസാലയൊന്നുമില്ല. അപ്പോൾ ഈ പുളിശ്ശേരിയുടെ കൂടെ പുളിശ്ശേരി ഐറ്റംസിൻ്റെ കൂടെ നോൺ വെജ് അടിപൊളിയാണല്ലേ.